ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ വധ് 2 എന്ന ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. വധ് 1 എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആ കഥയും ഈ കഥയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വധ് ആദ്യ ഭാഗം ദൃശ്യം സ്റ്റൈലിലാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം രണ്ടാം ഭാഗവും ദൃശ്യം സ്റ്റൈലിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്ക സീനിൽ മഞ്ജു എന്നൊരു പെൺകുട്ടിയെ ഇരട്ട കൊലപാതക കേസിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. വീട് വിട്ടിറങ്ങി വന്ന ഒരു കപ്പിൾ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഈ മഞ്ജു അവർ രണ്ടുപേരെയും കൊലപ്പെടുത്തിയിട്ട് അവരുടെ പണവും സ്വർണവും എല്ലാം മോഷ്ടിച്ചു എന്നതാണ് കേസ്. ഈ കേസ് കോടതിയിൽ വരികയാണ്. അഡ്വക്കേറ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, വീട് വിട്ടിറങ്ങി വന്ന കപ്പിൾസ് അവിടെയുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. രാത്രി സമയം അവരുടെ റൂമിലേക്ക് കടന്ന ഈ മഞ്ജു അവർ രണ്ടുപേരെയും ആക്രമിച്ച് എല്ലാം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അവർ രണ്ടുപേരും മഞ്ജുവിനെ തടയാൻ ശ്രമിച്ചു. ആ സമയത്ത് കയ്യിൽ കിട്ടിയ ടിഫിൻ കാരിയർ വെച്ച് അവർ രണ്ടുപേരെയും തലക്കടിച്ച് ഇവൾ കൊലപ്പെടുത്തി. ഇതൊരു ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. ഈ മഞ്ജുവിനെതിരെ തെളിവുകളുണ്ട്, സാഹചര്യ തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ച് ഈ ക്രൂരമായ കൊലപാതകം ചെയ്ത ഈ പെൺകുട്ടിക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എന്ന് ഈ അഡ്വക്കേറ്റ് പറയാണ്. സാഹചര്യ തെളിവുകളും മറ്റു തെളിവുകളും പരിശോധിച്ചതിലൂടെ മഞ്ജു തന്നെയാണ് കുറ്റവാളി എന്ന് തെളിയിക്കപ്പെടുന്നു. അതിനാൽ 28 വർഷത്തെ തടവ് ശിക്ഷയും 5000 രൂപ പിഴയും വിധിച്ച് കോടതി ഉത്തരവിടുന്നു. അതിനെ തുടർന്ന് മഞ്ജു ജയിലിലടയ്ക്കപ്പെട്ട് ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ മഞ്ജുവിനെ കുറിച്ച് പ്രായമായ കാലഘട്ടമാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല, ജയിലിലുള്ള വനിതാ തടവുകാർക്കിടയിൽ അവർ ഒരു ഡോമിനന്റ് ആയ വ്യക്തിയായി മാറിയിട്ടുണ്ട്. അതായത് മഞ്ജു പറഞ്ഞാൽ ഒരു 4 പേര് അവിടെ ജോലി ചെയ്യും. അതുമാത്രമല്ല, മഞ്ജുവിന്റെ കയ്യിൽ പണവും ഉണ്ട്. അതിനാൽ അവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഓഫീസർമാർക്ക് പണം കൊടുത്ത് എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും. രാവിലെ മഞ്ജു തന്റെ ജയിൽ മേറ്റിനോടൊപ്പം ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജയിൽ മേറ്റ് ഒരു കഷ്ണം കടലാസ് കൊടുക്കുകയാണ്. ആ കടലാസിൽ ഇവിടുള്ള ജയിൽ തടവുകാർക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞൊരു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ലിസ്റ്റ് മഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കാണ്. മഞ്ജു എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജയിലിൽ തുണി കൊണ്ട് പൊതിഞ്ഞ നിലയിൽ ഒരു സ്ഥലത്ത് ഒരു മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ നിന്ന് പുറത്തുള്ള ശംഭുനാഥ് എന്ന വ്യക്തിക്ക് ഫോൺ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്, ലിസ്റ്റ് എൻ്റെ കയ്യിൽ തയ്യാറാണ് എന്ന് പറയുന്നു. ഇന്ന് രാത്രി ഞാൻ വരാം, പിന്നെ എൻ്റെ സ്വപ്നത്തിൽ എന്ന് അയാൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മഞ്ജു ഫോൺ കട്ട് ചെയ്യാണ്. ഈ ശംഭുനാഥ് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ നാട്ടിലേക്ക് പുതുതായി ഒരു പോലീസ് ഓഫീസർ വരികയാണ്. ആ പോലീസ് ഓഫീസർ എല്ലാവരുടെയും ജാതി നോക്കി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ്. എന്തിന്, ഇയാൾക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പോലും നീ ഏത് ജാതിയാണെന്ന് ചോദിച്ചറിഞ്ഞ ശേഷമാണ് അയാൾക്കൊപ്പം സഞ്ചരിക്കുന്നത് തന്നെ. ഇപ്പോൾ സ്റ്റേഷനിലേക്ക് പോവാണ്. സ്റ്റേഷനിൽ പെയിന്റിംഗ് ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശംഭുനാഥ് കുറച്ച് ഡോക്യുമെന്റ്സിൽ ഒപ്പിടിക്കാനായി അവിടെ വരികയാണ്. ഈ ഓഫീസർ ഡോക്യുമെന്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് ശംഭുനാഥിനോടും ജാതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ഇന്ന് ഫീമെയിൽ വാർഡിൽ റൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, സാറ് പോകാമോ എന്ന് ചോദിക്കുമ്പോൾ പോകാം എന്ന് ആ ഓഫീസർ പറയാണ്. അവിടെ കട്ട് ചെയ്താൽ ഫീമെയിൽ ജയിലാണ് കാണിക്കുന്നത്. രാത്രി സമയം വനിതാ തടവുകാർ എല്ലാവരും നന്നായി ഉറങ്ങാണ്. ഒരു ജയിലർ റൗണ്ട്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ വിളിച്ച് മഞ്ജു പണം കൊടുക്കുന്നു. ലോക്കപ്പ് ഒന്ന് തുറന്നു വിടാൻ പറയാണ്. അവരും പണം വാങ്ങി ലോക്കപ്പ് തുറന്നു വിടുന്നു. ഉടനെ മഞ്ജു അവിടെ നിന്ന് വേഗത്തിൽ എങ്ങോട്ടോ നടന്നു പോകാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ലോക്കപ്പ് മാത്രമാണ് തുറന്നു വിട്ടിരിക്കുന്നത്. അതൊരു വലിയ വരാന്തയാണ്. കോമ്പൗണ്ടും അതിലൊക്കെ ചാടി പുറത്തു പോകാൻ കഴിയില്ല. നല്ല കാവലുണ്ട്. ജയിലിന്റെ ബാക്ക് സൈഡിൽ ഒരു വാതിലുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി മഞ്ജു ഇരിക്കുകയാണ്. ആ ഭാഗത്ത് ശംഭുനാഥ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങാണ്. അപ്പോഴാണ് ശംഭുനാഥ് കാര്യം പറയുന്നത്. പുതുതായി ഒരു ജയിലർ വന്നിട്ടുണ്ട്. അയാൾ ഈ ജാതിയൊക്കെ നോക്കുന്ന ആളാണ്. അയാളോട് കുറച്ച് സൂക്ഷിച്ച് നിൽക്കണം. അത് മാത്രമല്ല, ജയിൽ മുഴുവൻ ക്യാമറകൾ ഫിക്സ് ചെയ്യാൻ പോകുന്നതായി സംസാരമുണ്ട്. ക്യാമറകളൊക്കെ ഫിക്സ് ചെയ്താൽ ഈ രീതിയിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാകും എന്ന് പറയാണ്. ആ വാതിലിനടുത്ത് ചെറിയൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിലൂടെ ഒരു മദ്യക്കുപ്പി അയാൾ ഉള്ളിലേക്ക് അയച്ചു കൊടുക്കുന്നു. ആ കുപ്പി മഞ്ജു വാങ്ങാണ്. മഞ്ജു ചോദിക്കുന്നുണ്ട്, വളരെ വർഷമായി നിങ്ങൾ എനിക്ക് സഹായങ്ങൾ ചെയ്യാണ്, പക്ഷെ ഒരു തവണ പോലും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഭാര്യ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ശംഭുനാഥ് പറയുന്നത്, എൻ്റെ ഭാര്യ മരിച്ചുപോയി. ഞങ്ങൾക്ക് ഒരു മകനാണ്. എൻ്റെ മകനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിപ്പിച്ചത്. പക്ഷെ അവൻ വിദേശത്ത് പോയി സെറ്റിലായി, കല്യാണവും കഴിച്ചു. ഇപ്പൊ എന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല. അവനെ പഠിപ്പിക്കാൻ വാങ്ങിയ കടങ്ങളൊക്കെ ഇപ്പോൾ ഞാനാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജയിലിൽ തന്നെ അയാൾ കുറച്ച് കള്ളക്കടത്ത് പരിപാടികളൊക്കെ ചെയ്യും. ജയിലിലേക്ക് വരുന്ന ടൂത്ത് പേസ്റ്റ്, ചീപ്പ്, അതുപോലെ ഈ ജയിലിനുള്ളിൽ തന്നെ അവർ കൃഷിയൊക്കെ ചെയ്യും. ആ കൃഷിയിലൂടെ ഒരുപാട് പച്ചക്കറികൾ ലഭിക്കും. അങ്ങനെ ഉപയോഗിച്ചത് പോയിട്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ഇയാൾ പുറത്തേക്ക് കൊണ്ടുപോകും. പുറത്തു കൊണ്ടുപോയി അത് വിറ്റ് അതിലൂടെ പണം സമ്പാദിച്ചാണ് ഇയാൾ കടം വീട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു.
എന്തായാലും ഇതൊരു മോഷണമല്ലേ, പക്ഷെ ഇതിലോർത്ത് ഞാൻ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. എന്താണെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ഇയാൾ ഇടയ്ക്കിടെ കുറച്ച് പിക്കപ്പ് ലൈൻസ് ഒക്കെ അടിക്കുന്നുണ്ട്. നിങ്ങളുടെ മകന് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു മകളാണുള്ളത്, എറിക്ക എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. എറിക്ക എന്ന പേര് കൊള്ളാലോ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ മഞ്ജു എറിക്ക എന്ന് ഉച്ചരിച്ച് നോക്കുകയാണ്. അത്ര മോശം പേരൊന്നുമല്ല, നല്ല പേരാണെന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും എന്ന് വീണ്ടും അയാൾ ഫ്ലേർട്ട് ചെയ്യാണ്. ശരി, ഞാനിവിടെ വന്നിട്ട് ഒരുപാട് സമയമായി, എന്നെ അനുവദിച്ചവളുടെ പണി പോവും, ഞാൻ പോവാണെന്ന് പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം ശംഭുനാഥും അവിടെ നിന്ന് പോകുന്നു. ശംഭുനാഥൻ എന്താണെന്നറിയില്ല, മഞ്ജുവിനോടൊപ്പം സമയം ചെലവഴിക്കുന്നത് അയാൾക്ക് വളരെ ഇഷ്ടമാണ്. ഓരോ തവണയും വളരെ ആഗ്രഹിച്ചാണ് അദ്ദേഹം വന്ന് സംസാരിച്ചിട്ട് പോകുന്നത്. അതിനുശേഷം ഈ ജയിലിൽ വിളയുന്ന ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങി എല്ലാ പച്ചക്കറികളും പറിച്ച് ഒരു ചാക്കിലാക്കി പുറത്തേക്ക് കൊണ്ടുവരും. ആ ജയിൽ ഗേറ്റിനടുത്ത് ഒരുപാട് പോലീസുകാരുണ്ട്. വലിയ വലിയ സൂചിയൊക്കെ വെച്ച് ആ ചാക്കിനുള്ളിലേക്ക് അവർ കുത്തി നോക്കുകയാണ്. ആ ചാക്കിനുള്ളിൽ മനുഷ്യരൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ അവർ കടത്തിവിടൂ. ശരിക്കും ഇയാൾ മോഷിച്ചുകൊണ്ടല്ലേ പോകുന്നത്, അവർ വിചാരിച്ചാൽ തടയാൻ കഴിയില്ലേ? തടയാൻ കഴിയും, എന്നാൽ ആരും തടയില്ല. കാരണം എല്ലാവരെയും അങ്ങനെയും ഇങ്ങനെയും സംസാരിച്ച് ഇയാൾ കറപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജയിലിനുള്ളിൽ നിന്ന് ഈ പച്ചക്കറികൾ പുറത്തേക്ക് പോകുമ്പോൾ മനുഷ്യരാരെങ്കിലും ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് മാത്രമേ അവർ ചെക്ക് ചെയ്യാറുള്ളൂ. വേറെ ഒന്നും അവർ കാര്യമാക്കാറില്ല, കാരണം അവർക്കൊക്കെ ഇയാൾ വേണ്ടത് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ശംഭുനാഥ് പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പച്ചക്കറികളൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കാനായി വലിയൊരു സൈസ് ഫ്രിഡ്ജ് അയാൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജല്ല, കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന, കടകളിലൊക്കെ ഐസ്ക്രീമും ഫ്രോസൺ ഐറ്റംസും ഒക്കെ വെക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രിഡ്ജാണ് അയാൾ വാങ്ങി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി വന്ന ജയിലർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പോലീസുകാർ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ലേറ്റായി ഒരു പോലീസ് ഓഫീസർ വരികയാണ്. കയ്യിൽ ഒരു ബൊക്കയും ഒരു മദ്യക്കുപ്പിയും ഉണ്ട്. ഒരു ഗ്രീറ്റിംഗ് കാർഡും എടുത്തിട്ടാണ് വരുന്നത്. എന്താണ് ലേറ്റ് ആയതെന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് പറയാണ്, ശരിക്കും ജയിലിൽ കേശവ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അവൻ MLAയുടെ അനിയനാണ്, അവനെ നിങ്ങൾ ഭദ്രമായി നോക്കണമെന്ന് പറഞ്ഞ് ഈ ഗ്രീറ്റിംഗ്സ് അവൻ കൊടുത്തു വിട്ടതാണ് എന്ന് പറയുന്നു. ഇത് കണ്ട് പുതുതായി വന്ന ജയിലർക്ക് വല്ലാത്ത ദേഷ്യം വരാണ്. ആ മദ്യക്കുപ്പി താഴെയിട്ട് പൊട്ടിക്കുകയാണ്. ആ ബൊക്കെ ചവിറ്റുകൊട്ടയിൽ എറിയുന്നു. ഗ്രീറ്റിംഗ് കാർഡും വലിച്ചെറിയുന്നു. ഈ റെക്കമെൻഡേഷൻ താളത്തിനൊത്ത തുള്ളൽ ഇതൊന്നും ഈ ഓഫീസർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്തിനാണ് ഇത് വാങ്ങിച്ചു കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല സർ, ഇതിനു മുമ്പ് വന്ന ജയിലർക്കും ഇതുപോലെ കൊടുത്തു വിട്ടിരുന്നു, അദ്ദേഹം അത് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് ഈ സ്ഥലം എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണ്ട, ഇനി മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും ഈ സ്ഥലം. ഇത് ജയിലാണ്, 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ല, അത് മനസ്സിൽ വെച്ച് ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. അവിടെ കട്ട് ചെയ്താൽ ഈ ഫീമെയിൽ ജയിലിനുള്ളിലേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ്. ആ വണ്ടിയിൽ നിന്ന് കുറെ സ്ത്രീകൾ ഇറങ്ങുന്നുണ്ട്. ഇവരൊക്കെ പുതിയ തടവുകാരാണ്. ആ കൂട്ടത്തിൽ ജീപ്പിൽ നിന്ന് നൈന എന്നൊരു പെൺകുട്ടി ഇറങ്ങി വരുന്നു. അവൾക്കൊരു ഭയവും പരിഭ്രാന്തിയും ഒക്കെ ഉണ്ട്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം കംപ്ലീറ്റ് ആയി ചെക്ക് ചെയ്തിട്ടാണല്ലോ കടത്തിവിടുക. അതും പ്രത്യേകിച്ച് പൂർണ്ണ നഗ്നരാക്കിയാണ് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുന്നതിന് നൈന ഒട്ടും തയ്യാറാവുന്നില്ല. അവിടെയുള്ള ഓഫീസർ പറയാണ്, മാഡം, ഇവളൊട്ടും സഹകരിക്കുന്നില്ല എന്ന്. ആ അധികാരി ഉള്ളിൽ കയറി നിർബന്ധപൂർവ്വം കംപ്ലീറ്റ് ആയി ചെക്ക് ചെയ്തിട്ട് അതിനുശേഷമാണ് ജയിലിനുള്ളിലേക്ക് അയക്കുന്നത്. ജയിലിനുള്ളിൽ വന്ന നൈനയെ മഞ്ജു നോക്കുന്നുണ്ട്. എന്നാൽ നൈന ആരോടും സംസാരിക്കുന്നില്ല. അവൾ പാട്ടിന് ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ്. വന്നവരൊക്കെ കൂട്ടം കൂടി ജയിൽ ജീവിതവുമായി പൊരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ നൈന മാത്രം ഒരുമാതിരി ഒറ്റയ്ക്ക് തന്നെ പോയിരിക്കുകയാണ്. രാത്രി മഞ്ജു ഇരിക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ ചോദിക്കുകയാണ്, ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ വിട്ടയക്കാൻ പോവല്ലേ, പുറത്തു പോയിട്ട് എന്ത് ചെയ്യും, എവിടെ പോകുമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവിന് യാതൊരു ഐഡിയയുമില്ല. ജയിലിൽ വന്നതിന് ശേഷം ജയിലാണ് ലോകം എന്ന അവസ്ഥയായി പോയി. മഞ്ജു ഈ സ്ഥലവുമായി വല്ലാതെ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ജയിലിനുള്ളിലെ ജീവിതം ജീവിച്ച് പുറം ലോകം എങ്ങനെ ഇരിക്കുമെന്ന് തന്നെ അവർ മറന്നുപോയി. പുറത്തു പോയിട്ട് എന്ത് ചെയ്യുമെന്ന് തന്നെ അറിയില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഓഫീസർ പറയുന്നുണ്ട്, കുറെ കാലമായി ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, ഇടപഴകുന്നു. സത്യത്തിൽ ആ 2 യുവാക്കളെ കൊലപ്പെടുത്തിയിട്ട് തന്നെയാണോ നിങ്ങൾ ജയിലിനുള്ളിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കരുതുന്നത്, ഞാൻ കൊലപ്പെടുത്തിയിട്ടുണ്ടാവോ? ഇത് കേൾക്കുമ്പോൾ ആ ഓഫീസർ ചിന്തിച്ചിട്ട് പറയുന്നു, നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഓരോരുത്തർക്കും വിധി എന്നൊന്നുണ്ട്, ആ വിധി പടിയേ എല്ലാം നടക്കൂ. ആ നിലയ്ക്ക് നിങ്ങൾ ഇവിടെ ഇരിക്കാനാണ് വിധി, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത് എന്ന് ആ ഓഫീസർ പറയാണ്. മഞ്ജു പറയുന്നുണ്ട്, ഞാൻ നടന്നതൊക്കെ ഒരു സ്വപ്നമായിട്ടാണ് കരുതുന്നത്, ആ സ്വപ്നത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ഉണരണം എന്ന് പറയുമ്പോൾ ഈ ഓഫീസർ പറയാണ്, ശരി, അത് വിട്, അതിനെക്കുറിച്ച് എന്തിനാ ആലോചിക്കുന്നത്, എന്നാൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും എൻ്റെ അയൽക്കാരോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നവർ പറയാണ്. അപ്പോൾ അവിടെയുള്ള ഓഫീസർമാർക്കും മഞ്ജുവിനെ വല്ലാതെ ഇഷ്ടമാണെന്ന് തെളിയുന്നു. അവിടെ കട്ട് ചെയ്താൽ അടുത്ത ദിവസം രാവിലെ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകാനായി ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ തടവുകാരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് കേശവ് എന്നൊരാൾ വരികയാണ്.
കേശവ് എന്നവൻ ജയിലിൽ ഒരു പട്ടി പ്രസവിച്ചിട്ടുണ്ട്. ആ പട്ടിക്കുട്ടിയെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലിരിക്കുന്ന നമ്മുടെ നൈന ഈ കേശവനെ കണ്ടിട്ട് ഓക്കെ, വളരെ നല്ലവനാണെന്ന് തോന്നുന്നു, എന്തോ പ്രശ്നം കാരണമായിരിക്കും ജയിലിൽ വന്നത് എന്ന് വിചാരിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേശവ് എന്നവൻ വേറെ ആരുമല്ല, ആ MLAയുടെ അനിയനാണ്. പട്ടിക്കുട്ടിയെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് അവർ പോകേണ്ട ആ വണ്ടിയുടെ ടയറിനടിയിലേക്ക് ആ പട്ടിക്കുട്ടിയെ കൊണ്ടുവയ്ക്കുന്നു. അവിടെയുള്ള പോലീസ് ഓഫീസറോട് നീ വണ്ടി എടുക്കുക എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആ പോലീസ് ഓഫീസറും MLAയുടെ അനിയനായി ഇവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ MLA നമ്മളെ പണിഞ്ഞു കളയുന്നു ഭയന്ന് വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്ത ഉടനെ ആ പട്ടിക്കുട്ടി ചതഞ്ഞെറിഞ്ഞ് ചാവുന്നു. അപ്പോൾ ഇവനൊട്ടും സ്നേഹമുള്ളവനല്ല, വളരെ ക്രൂരനാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നു. ഇപ്പോൾ വണ്ടി സെഷൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നു. വണ്ടിയിലുള്ള തടവുകാരെ താഴെ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ കേശവ് അതേ വണ്ടിയിൽ ഗാർഡായി വന്ന രജനി ശർമ്മ എന്ന പോലീസ് ഓഫീസറെ അവിടെ ഇരുത്തിയിട്ട് പുതുതായി വന്ന ആ പെൺകുട്ടിയുടെ പേര് പറ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. രജനി അവിടെ വല്ലാതെ ഭയപ്പെടുകയാണ്, പറയാൻ മടിക്കുന്നു. ഉടനെ ഇവർ പോക്കറ്റിൽ നിന്ന് കുറെ പണം എടുക്കുകയാണ്. ആ പണം രജനിയുടെ ഡ്രസ്സിനുള്ളിലേക്ക് വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ പേര് പറ എന്ന് ചോദിക്കുന്നു. ഈ രജനി എന്ന പോലീസ് ഓഫീസർ പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ കേശവ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ പോലീസ് ഓഫീസറുടെ മേൽ കൈയിട്ടിട്ട് നിന്റെ മകൾ ഈ കോളേജിലല്ലേ പഠിക്കുന്നത്, ഈ സമയത്തല്ലേ പോയി വരുന്നത് എന്ന് പറയുമ്പോൾ രജനിക്ക് ഭയം വരുന്നു. ഇവന്റെ സ്വാധീനം ഉപയോഗിച്ച് തന്റെ മകൾക്ക് ഇവൻ മുഖേന എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് ഭയന്ന് പുതുതായി വന്ന ആ തടവുകാരുടെ പേര് നൈന എന്നാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇവൻ പേരിന് മാത്രമാണ് ജയിലിലുള്ളത്, ബാക്കി ഇവന് 5 സ്റ്റാർ ഹോട്ടലിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. തന്റെ ചേട്ടന്റെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ജയിലിനുള്ളിൽ അവൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ കോടതിയിൽ വെച്ച് അവൻ അവന്റെ വക്കീലുമായി സംസാരിക്കുന്നു. വക്കീൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചേട്ടൻ കുറച്ച് ദിവസം കൂടി നിങ്ങൾ ജയിലിൽ തുടരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് നിങ്ങൾക്ക് സുരക്ഷിതം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജയിലിൽ തന്നെ തുടരണം. നിങ്ങളെ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴേ പുറത്തിറക്കുമായിരുന്നു എന്ന് പറയാണ്. എന്നാൽ കേശവ് വക്കീലിനെ വിളിച്ചു വരുത്തിയത് അവന്റെ കേസിനെ കുറിച്ച് സംസാരിക്കാനായിരുന്നില്ല, അവിടെ നിൽക്കുന്ന നയനയെ കുറിച്ച് സംസാരിക്കാനായിരുന്നു. ഇവൻ ആ നയനയുടെ മേൽ കണ്ണു വെച്ചിരിക്കുകയാണല്ലോ, അതിനാൽ അവന്റെ വക്കീലിനെ വിളിച്ചിട്ട് നീ തന്നെ ആ പെൺകുട്ടിക്കും വക്കീലാവണം എന്ന് പറയാണ്. തീർച്ചയായിട്ടും സർ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ആ പെൺകുട്ടിയുടെ കേസ് അന്വേഷിച്ചു. ആ പെൺകുട്ടി എന്തോ ഒരു മോഷണ കേസിലാണ് ഉള്ളിൽ വന്നിട്ടുള്ളത്, അതും കള്ളക്കേസാണെന്ന രീതിയിലാണ് ഉള്ളത്. അത് തെളിയിച്ച് വളരെ വേഗം പുറത്തിറക്കാം എന്ന് വക്കീല് പറയുന്നു. അപ്പൊ കേശവ് പറയുന്നു, ആ പെൺകുട്ടിയുടെ വക്കീലാവാൻ നിന്നോട് ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയെ പുറത്തിറക്കാനല്ല, ആ പെൺകുട്ടി പുറത്തിറങ്ങരുത് എന്നതിനാണ്, അവൾക്ക് ജാമ്യം പോലും കിട്ടരുത് എന്ന് പറയുന്നു. കാരണം നയന ജയിലിലുണ്ടെങ്കിലേ അവൻ ആഗ്രഹിച്ചത് നേടാനാവൂ. നയന അവിടെ നിൽക്കുന്നുണ്ട്. നയന ഇവൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ പുതുതായി വന്ന ജയിലർ ഫീമെയിൽ ജയിലിലേക്ക് പോവുകയാണ്. അവിടെ തടവുകാരായ സ്ത്രീകളോടൊക്കെ സംസാരിക്കുന്നു. ഞാനാണ് ഈ സ്ഥലത്തേക്ക് പുതുതായി വന്ന ജയിലർ, എൻ്റെ പേര് പ്രകാശ് സിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഒരുപക്ഷെ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു കംപ്ലൈന്റ് ബോക്സ് വെക്കാം, അതിൽ നിങ്ങളുടെ കംപ്ലൈൻറ്റ്സ് എഴുതിയിടാം എന്ന് ഇദ്ദേഹം പറയാണ്. രാത്രി വനിതാ തടവുകാരെല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കരയുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് കരയുന്നതെന്ന് നോക്കാൻ മഞ്ജു എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ നേനയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേനയുടെ അടുത്തേക്ക് പോയിട്ട് നിനക്ക് എന്തു പറ്റി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, അതുമാത്രമല്ല നിനക്കിന്ന് ജാമ്യം ലഭിക്കേണ്ടതായിരുന്നില്ലേ, എന്താ നീ പോകാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയാണ്, എൻ്റെ മേൽ മോഷണക്കുറ്റം ചുമത്തി എന്നെ ഉള്ളിലാക്കി, പക്ഷെ ഞാനൊന്നും മോഷിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിന് മഞ്ജു പറയാണ്, ഇവിടെ വരുന്നവരൊക്കെ ഇത് തന്നെയാണ് പറയുന്നത്. നയന പറയാണ്, ഞാൻ സത്യമാണ് പറയുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കിവിടെ നിൽക്കാൻ തന്നെ വല്ലാതെ പേടിയാവാണ് എന്ന് പറയുന്നു. അതിന് മഞ്ജു പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും, പോകെ പോകെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. നെയ്ന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേശവ് അവൻ പുരുഷന്മാരുടെ ജയിലിലാണല്ലോ ഉള്ളത്, അവിടെയുള്ള എല്ലാവരെയും അവൻ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അതുമാത്രമല്ല ഒരു പ്രായമായ ആളെ വിളിച്ചിട്ട് അവന്റെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പ്രായമായ മനുഷ്യൻ അലക്കി കൊടുക്കുകയും ചെയ്യും. ആ പ്രായമായ മനുഷ്യനെ വിളിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ അദ്ദേഹം കുറച്ച് പതുക്കെ പ്രതികരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചെവി കേൾക്കില്ല. ആ മനുഷ്യൻ ഈ വയസ്സുകാലത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഉള്ളിൽ വന്നതെന്ന് അറിയില്ല. അവനെ വിളിച്ച് ഇവിടെ വാ, ഇവിടെ വന്ന് നിൽക്ക് എന്ന് പറയുന്നു. തപ്പി തടഞ്ഞു വന്ന് നിൽക്കുകയാണ്. എന്താ വിളിച്ചാൽ തിരിഞ്ഞു നോക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, എടാ എനിക്ക് ചെവി കേൾക്കില്ല, മൂക്കും ശരിക്കും പ്രവർത്തിക്കുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജീവിക്കണോ എന്ന് പറഞ്ഞിട്ട് ആ ആളെ പിടിച്ചവൻ പൊതിരെ തല്ലുന്നു. പ്രായമായ ഒരാളാണ്, അദ്ദേഹത്തെ ഇടിച്ച് തകർക്കുകയാണ്. വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല എന്ന് ചോദിച്ചിട്ട് ചുറ്റുമുള്ളവരെല്ലാവരും അവനെ എതിർത്ത് ചോദിക്കുന്ന പോലുമില്ല, കാരണം എല്ലാവർക്കും അവനോട് ഭയമാണ്. അപ്പോൾ പുതുതായി വന്ന ജയിലർ അങ്ങോട്ടേക്ക് വരാണ്. ആ സ്ഥലമൊക്കെ നിശബ്ദമാണ്. അടികിട്ടിയ മനുഷ്യൻ താഴെ വീണ് കിടക്കുകയാണ്. ഇവൻ കുറച്ച് പ്രശ്നക്കാരനാണെന്ന് പ്രകാശ് എന്ന ജയിലർക്ക് മനസ്സിലാവുന്നു. ഇവനെ പിടിച്ച് പ്രത്യേക സെല്ലിലേക്ക് മാറ്റ് എന്ന് ഓർഡർ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവനെ പിടിച്ച് പ്രത്യേക സെല്ലിലിടുന്നു. ഒരു ദിവസം മുഴുവനും അദ്ദേഹം ഒറ്റയ്ക്കുള്ള ജയിലിലായിരുന്നു. ഇപ്പോൾ പോലീസ് ഓഫീസർ പ്രകാശിന് ഒരു കോള് വരികയാണ്.
അതും ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന്. ഉടനെ അവനെ പുറത്തിറക്കുക എന്ന് പറയുന്നു. സർ, അവൻ സാധാരണ ആളല്ല, ഉള്ളിലുള്ള തടവുകാരോടൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളവരും ഇവനെ കണ്ടു പഠിച്ച് കേടാവും. അവൻ ഒരു മോശം ഉദാഹരണമായി മാറും എന്ന് പറയുന്നു. അതിന് ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയാണ്, ഈ കേശവന്റെ ചേട്ടൻ MLA വളരെ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനാവില്ല. ഞാൻ പറയുന്നത് മാത്രം കേൾക്കണം, മറുപടി പറയരുത്. ഉടനെ അവനെ സിംഗിൾ സെല്ലിൽ നിന്ന് പുറത്തിറക്കണം എന്ന് പറയുമ്പോൾ പ്രകാശും അവനെ പുറത്തിറക്കാൻ പറയുന്നു. ഈ പ്രകാശിനെ അവൻ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം രാത്രി പ്രകാശ് സിംഗ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ റൂമിലാണ്. ഇവൻ ജയിലിലിരുന്ന് മദ്യപിച്ചിട്ട് ഈ പ്രകാശ് സിംഗിന് കോൾ ചെയ്യാണ്. ജയിലിരുന്നുകൊണ്ട് ജയിലർക്ക് തന്നെ ഫോൺ ചെയ്യും. ഹലോ, ആരാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേശവാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ അച്ഛനോട് അവസാനമായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ 1 അമർത്തുക. നിങ്ങളുടെ അളിയനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ 2 അമർത്തുക. ഭാര്യയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ 3 അമർത്തുക എന്നവൻ പറയുന്നു. ഇത് കേട്ടതും വളരെ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നു. ശരിക്കും ഇവൻ കുറച്ച് സ്വാധീനമുള്ള ആള് തന്നെയാണെന്ന് പ്രകാശ് ചിന്തിക്കുകയാണ്. അവൻ എത്ര വലിയ സ്വാധീനമുള്ള ആളാണെങ്കിലും ഇതെന്റെ അധികാര പരിധിയാണ്. എന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തിരുന്നുകൊണ്ട് എന്നെ തന്നെ ഭീഷണിപ്പെടുത്തോ? അത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കണോ എന്ന് വിചാരിച്ച് വന്ന ദേഷ്യത്തിന് ജീപ്പ് എടുത്ത് നേരെ ജയിലിലേക്ക് പോകുന്നു. ഗേറ്റ് തുറക്കാൻ പറഞ്ഞ ഉള്ളിൽ കയറി ഈ കേശവനെ പിടിച്ച് പൊതിരെ തല്ലുകയാണ്. അങ്ങനെ അടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മോതിരം ഇടയ്ക്കിടെ ലൂസാവുന്നുണ്ട്. ആ മോതിരം ടൈറ്റ് ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും അടിക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മോതിരം ഊരി താഴെ വീഴുന്നു. ഇനി ലോക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് പോവാണ്. മഞ്ജു ജയിലിൽ സമയം നോക്കാനായി കയ്യിൽ കെട്ടുന്ന ഒരു വാച്ച് വെച്ചിട്ടുണ്ട്. അതിൽ വളരെ നേരമായിട്ട് സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്തോ അവർക്ക് തോന്നുകയാണ്. അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഓഫീസറോട് എന്നെ ഒന്ന് പുറത്തിറക്കി വിടാമോ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് പറയുന്നു. അവരും തുറന്നു വിടുന്നു. മഞ്ജുവും എഴുന്നേറ്റ് പോവാണ്. അവിടെ കട്ട് ചെയ്താൽ അടുത്ത ദിവസം രാവിലെ നമ്മുടെ പ്രകാശ് സിംഗിന് ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് നല്ല ശകാരാണ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേശവ് എന്നവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ എങ്ങനെ രക്ഷപ്പെട്ടു, ഏത് വഴിയാണ് പുറത്തു പോയത് എന്ന് ആർക്കും അറിയില്ല. ഇന്നലെ രാത്രി ജയിലിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നവരെ എല്ലാം വിളിച്ചിട്ട് ആരൊക്കെ ഏത് സമയത്ത് ഡ്യൂട്ടിയിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിനൊടുവിലായി ഇദ്ദേഹമാണ് പോയി ലോക്കപ്പ് തുറന്ന് അവനെ നന്നായി തല്ലിച്ചതച്ചതെന്ന് മനസ്സിലാവുന്നു. അതിനുശേഷമാണ് അവനെ ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ മേൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ്. അവൻ എങ്ങനെ എസ്കേപ്പ് ആയി എന്ന് കണ്ടുപിടിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ ഗവൺമെന്റ് നിയമിക്കുന്നു. അദ്ദേഹം അന്വേഷണത്തിനായി വരികയാണ്. അദ്ദേഹം ഇവനോട് ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ശംഭുനാഥനെ വിളിച്ചിട്ട് സാറിനെ കൊണ്ടുപോയി ജയിലൊക്കെ ഒന്ന് ചുറ്റി കാണിക്കുക, പ്രത്യേകിച്ച് കേശവ് കിടന്ന സെല്ല് കാണിക്കുക എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ ശംഭുനാഥ് പുതുതായി വന്ന ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ശംഭുനാഥിനോട് ഈ ജയിലിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ശംഭുനാഥ് പതുങ്ങിയാണ് മറുപടി പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, പുറത്ത് നിന്ന് രജിസ്റ്റർ എടുത്തുകൊണ്ട് വാ, ഈ ജയിലിനെ കുറിച്ച് മുഴുവനായി അറിയാവുന്ന ഒരാളെ കൊണ്ടുവാ എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഈ കേശവ് കിടന്ന റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കരമായി ഡാമേജ് ആയി കിടക്കുന്നു. അവരെ കാണാതാവുന്നതിന് മുമ്പ് ഈ സ്ഥലത്ത് എന്തോ ഒരു വലിയ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലാവുന്നു. ഇപ്പോൾ ശംഭുനാഥ് ആ രജിസ്റ്റർ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. ആ രജിസ്റ്റർ പരിശോധിച്ച് നോക്കുമ്പോൾ അവസാനമായി ഏത് പോലീസ് ഓഫീസറാണ് ഇവനെ കണ്ടുപോയത് എന്നറിയാൻ കഴിയുമല്ലോ. അത് വെച്ച് അന്വേഷണം തുടങ്ങാമെന്ന് കരുതുന്നു. ഓഫ് ദി റെക്കോർഡ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ശംഭുനാഥിനോട് അന്വേഷിക്കുമ്പോൾ ശംഭുനാഥ് കൂടുതലൊന്നും പറയുന്നില്ല. ജയിലിൽ നിങ്ങൾ ആരോട് ചോദിച്ചാലും ഇത്രേ പറയൂ സർ, ഇത് മാത്രമേ എല്ലാവർക്കും അറിയൂ എന്ന് പറയുന്നു. എന്നാൽ ഒന്ന് സർ, ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് ഓഫ് ദി റെക്കോർഡായി ഞാൻ പറയാൻ തയ്യാറാണ്. ഞാൻ പറയാൻ പോകുന്ന വിവരം ഞാനാണ് പറഞ്ഞതെന്ന് ആരും അറിയരുത്. എങ്കിൽ ഞാൻ പറയാം സാർ എന്ന് പറയുന്നു. പെട്ടെന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എനിക്ക് താമസിക്കാനുള്ള റൂം അറേഞ്ച് ചെയ്ത് തരൂ സാർ എന്ന് ചോദിക്കുന്നു. ഇവിടെ റൂമൊക്കെ ഉണ്ട് സാർ, എന്നാൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയതായിരിക്കില്ല എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല വരൂ എന്ന് പറഞ്ഞ് റൂം അറേഞ്ച് ചെയ്യാനായി കൊണ്ടുപോകുന്നു. ടേബിളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസ് ഓഫീസർമാരെയും വേറെ വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ആ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഓഫ് ദി റെക്കോർഡായി അവസാനമായി ഈ ജയിലറാണ് ജയിലിനുള്ളിൽ വന്നത്. ഇവനെ നന്നായി തല്ലി ചതച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവനെ കാണാതായിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. എന്നാൽ എവിടെ പോയി എങ്ങനെ പോയി എന്നറിയില്ല. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന രീതിയിലാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ജയിലിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന സഹതടവുകാരെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് ചില വിവരങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കിട്ടുന്നത്. അവൻ കുറച്ച് പ്രശ്നക്കാരനായ ആളായിരുന്നു സാർ. ഉള്ളിലുള്ളവരെ വല്ലാതെ ശല്യം ചെയ്യുമായിരുന്നു. ഇപ്പോൾ അവൻ ഇവിടെ ഇല്ലാത്തത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. അത് മാത്രമല്ല, അവൻ വനിതാ ജയിലിൽ അടയ്ക്കപ്പെട്ട നൈന എന്നൊരു പെൺകുട്ടിയുടെ മേൽ കണ്ണുവച്ചിരുന്നു. എന്തിന്, അവൻ കോടതിയിൽ പോകുമ്പോൾ പോലും ആ പെൺകുട്ടിയെ കണ്ടിട്ട് വന്നിട്ട് അവളെ കുറിച്ച് തന്നെ ഭ്രാന്തനെ പോലെ സംസാരിക്കുകയായിരുന്നു എന്ന് ഈ തടവുകാരൻ പറയുന്നു. ഉടനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വനിതാ ജയിലിലേക്ക് പോവാണ്. ആ വനിതാ ജയിലിൽ അതോറിറ്റി ഓഫീസറായി ഈ രജനിയാണ് ഉണ്ടായിരുന്നത്. അതായത് പണം വാങ്ങിച്ച് പേര് പറഞ്ഞില്ലേ, ഭയന്നു പോയ ആ ഉദ്യോഗസ്ഥ അവരോട് പെർമിഷൻ വാങ്ങിയിട്ട് ഒരു 3 പേരെ വെറുതെ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്തിട്ട് 4ാമതായി നൈനയെ വിളിച്ച് ഇദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങുന്നു. നിനക്ക് കേശവ് എന്ന ആളെ അറിയാമോ?
എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കറിയില്ല സർ, ഒരു തവണ ഞങ്ങൾ രണ്ടുപേരെയും ഒരേ വണ്ടിയിലാണ് കോടതിയിൽ കൊണ്ടുപോയത്. അപ്പോഴാണ് അവനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എനിക്ക് ജാമ്യം ലഭിച്ചില്ല സർ. രണ്ടുപേരും തിരികെ ഒരേ വണ്ടിയിൽ റിട്ടേൺ വന്നു. ഇത്രയാണ് സർ എനിക്ക് അവനെ കുറിച്ച് അറിയൂ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഡീറ്റെയിൽ ആയി എന്താ നടന്നതെന്ന് പറയൂ എന്ന്. ഇതിൽ ഡീറ്റെയിൽ ആയി പറയാൻ എന്തിരിക്കുന്നു സർ, രണ്ടുപേരും ഒന്നിച്ചു പോയി ഒന്നിച്ചു വന്നു, അത്രേ ഉള്ളൂ സർ എന്ന് പറയുന്നു. നിന്നെ ആരെങ്കിലും ഇവിടെ വെച്ച് ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല സർ എന്ന് നയന പറയുന്നു. ശരി, നിന്നെ കണ്ടതിന് ശേഷം നിന്നോട് സംസാരിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ എന്തെങ്കിലും ശ്രമം നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ നിശബ്ദയായി നിൽക്കുകയാണ്. ഉടനെ ശംഭുനാഥ് മറുപടി പറയുന്നു, ചെറിയ പെൺകുട്ടിയാണ് സർ, എത്ര തവണ ചോദിച്ചാലും അവൾക്ക് അറിയാവുന്നത് തന്നെയല്ലേ അവൾ പറയൂ എന്ന്. ഉടനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നമ്മുടെ ശംഭുനാഥനെ നോക്കുന്നു. ഇദ്ദേഹം ഒന്ന് പരുങ്ങുന്നുണ്ട്. ഉടനെ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോൾ ജയിലിനുള്ളിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ കടുത്ത തണുപ്പ് സഹിക്കാനാവാതെ അവിടെ തീ കാഞ്ഞുകൊണ്ട് വട്ടത്തിലിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് ഇദ്ദേഹം പോവുകയാണ്. അവിടെയുള്ള അധികാരികളോടൊക്കെ അന്ന് രാത്രി എന്ത് നടന്നു, നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ പറയേ എന്ന് ചോദിക്കുമ്പോൾ അവരും എല്ലാ കാര്യങ്ങളും പറയുന്നു. ഈ ജയിലർ വന്ന് അറ്റാക്ക് ചെയ്തു പോയതിനു ശേഷം നിങ്ങൾ വേറെ വല്ല ആക്ടിവിറ്റിയും ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല സർ എന്ന് അവിടെയുള്ള അധികാരികൾ പറയുന്നു. എന്നാൽ അതിലൊരാൾ മാത്രം ശംഭുനാഥനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ ജയിലിൽ നിന്ന് ഒരാൾ മാത്രമാണ് സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ ജയിലിൽ വിളയുന്ന പച്ചക്കറികളൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോകും. എന്നാൽ പോകുമ്പോഴൊക്കെ ചെക്ക് ചെയ്തിട്ടേ വിടാറുള്ളൂ സർ എന്ന് പറയുന്നു. ഉടനെ മറ്റൊരാൾ പറയുന്നുണ്ട്, സാർ ആ ശംഭുനാഥ് പാവമാണ് സാർ, അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, അദ്ദേഹം കടം വാങ്ങി പഠിപ്പിച്ചു. അവൻ പഠിച്ചു കഴിഞ്ഞതും വിദേശത്ത് പോയി സെറ്റിലായി. അവന്റെ അച്ഛനെ നോക്കുന്നത് തന്നെ നിർത്തി. വാങ്ങിയ കടം ആരടയ്ക്കും? ആ ലോൺ അടയ്ക്കാനായി ഇങ്ങനെ എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയി പുറത്ത് വിറ്റ് കുറച്ച് കാശുണ്ടാക്കും സാർ. അല്ലാതെ ആ മനുഷ്യൻ വളരെ നല്ലവനാണ് സാർ എന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്താൽ അന്ന് രാത്രി എന്താണ് നടന്നതെന്ന് നമ്മളെ കാണിക്കുകയാണ്. പതിവ് പോലെ ശംഭുനാഥ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജയിലിനുള്ളിൽ വിളഞ്ഞ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ പോകുമ്പോൾ ഗേറ്റിനടുത്ത് വെച്ച് ചെക്ക് ചെയ്തിട്ടല്ലേ വിടൂ. അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ ഒരു സൂചി വെച്ച് പതുക്കെ കുത്തി നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ ശംഭുനാഥ്, എന്താണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്ക് നോക്ക്, ഇത് കോളിഫ്ലവർ, ഇത് ക്യാരറ്റ്, ഇത് ബീൻസ്, എങ്ങനെയാണ് കുത്തി നോക്കേണ്ടതെന്ന് അറിയാമോ എന്ന് പറഞ്ഞ് ആ സൂചി വാങ്ങി വേഗത്തിൽ ചാക്കിലേക്ക് കുത്താൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് വേഗത്തിൽ കുത്തി നോക്കേണ്ടത്. പതുക്കെ കുത്തിയെടുത്താൽ ആ പച്ചക്കറികളൊക്കെ വേസ്റ്റ് ആയി പോകും എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ശംഭുനാഥ് കുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. അദ്ദേഹം കുത്തിയിട്ട് ആ സൂചി പുറത്തെടുക്കുമ്പോൾ ആ ചാക്ക് സൂചിയിൽ വെച്ച് അമർത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ പച്ചക്കറികളുടെ സത്തൊക്കെ ഉണ്ടല്ലോ, അത് ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും, ആ സൂചിയിൽ പിടിക്കില്ല. ഒരു പക്ഷെ ഉള്ളിൽ മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യരുടെ ശരീരത്തിൽ ഈ സൂചി കുത്തിയാൽ രക്തമൊന്നും ആ സൂചിയിൽ പറ്റിപ്പിടിക്കില്ല. ആ ചാക്ക് തന്നെ അത് വലിച്ചെടുക്കും. ഇതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വേഗത്തിൽ ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള പോലീസ് ഓഫീസർക്ക് സംശയമൊന്നും വന്നില്ല. അതിനുശേഷം ആ സൈക്കിൾ ഉരുട്ടി ഗേറ്റിന് പുറത്തേക്ക് വരുന്നു. പുറത്തു വന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ധാരാളം അധികാരികളുണ്ട്. ഉടനെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ സൈക്കിൾ അവിടെ തന്നെ നിർത്തിയിട്ട് അദ്ദേഹം ഉള്ളിൽ പോയി ആ ഗേറ്റിലുള്ള അധികാരികളോടൊപ്പം ചേർന്ന് പുകവലിക്കുന്നു, മദ്യപിക്കുന്നു. ആ സമയത്ത് ഇദ്ദേഹം ഈ സൂചി വെച്ച് കുത്തിയിരുന്നല്ലോ, കുത്തിയ സ്ഥലത്ത് നിന്ന് രക്തം കുറേശ്ശെയായി വന്നുകൊണ്ടിരിക്കുന്നു. ആ വഴി വന്ന പട്ടി അതൊന്നും നോക്കിയിട്ട് എന്തോ ഉണ്ടല്ലോ എന്ന് കരുതി ആ സൈക്കിളിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശംഭുനാഥ് അവിടെ നിന്ന് വരുന്നു. പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് പോകണമെന്ന് കരുതി ആ സൈക്കിളിനടുത്ത് വീടിനകത്തേക്ക് വരുന്നു. കുറച്ചു ദൂരം വന്നതിന് ശേഷമാണ് ഇദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ചാക്കിനുള്ളിൽ നിന്ന് രക്തം വരുന്നുവെന്ന്. ഉടനെ അത് തറയിൽ വീഴാത്ത രീതിയിലാക്കിയിട്ട് വളരെ വേഗത്തിൽ ആ ചാക്കെടുത്ത് അദ്ദേഹത്തിന്റെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് തന്നെ വരുന്നു. അവിടെ കട്ട് ചെയ്താൽ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നു. ഇവരൊക്കെ പറഞ്ഞല്ലോ ഈ രീതിയിൽ ശംഭുനാഥാണ് ജയിലിനുള്ളിൽ നിന്ന് ചാക്കുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന്. ഇപ്പോൾ ശംഭുനാഥനെ കാണാനായി പുതുതായി വന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നേരെ റൂമിലേക്ക് വരുന്നു. വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ശംഭുനാഥ് തുറക്കുകയാണ്. തുറന്നാൽ അയാൾക്കൊരു വലിയ ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്താ സാർ നിങ്ങൾ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്താ വന്നൂടെ എന്ന് ചോദിക്കുന്നു. ഇല്ല സാർ, തീർച്ചയായിട്ടും വരാം, ഉള്ളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. മദ്യക്കുപ്പി ടേബിൾ വെക്കുന്നു. സോറി സാർ, ഒറ്റയ്ക്കല്ലേ, ഇതൊക്കെ അടിച്ചാലേ കുറച്ച് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയൂ എന്ന് പറയുന്നു. ഒരു പ്രശ്നവുമില്ല, എനിക്കും ഈ മദ്യം ഇഷ്ടമാണ് എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നു. നിൽക്ക് സാർ, ഞാൻ ഗ്ലാസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഗ്ലാസ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഒഴിച്ചു കൊടുക്കുന്നു. ഈ വീടൊക്കെ അദ്ദേഹം ചുറ്റി കാണുന്നുണ്ട്. ചുറ്റി കണ്ടിട്ട് ഇതെന്താ വീട്ടിൽ ഇത്ര വലിയ ഫ്രീസർ വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജയിലിൽ കിട്ടുന്ന ആ പച്ചക്കറികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ ഫ്രീസറിൽ വെച്ചിട്ടാണ് സാർ ഞാൻ പുറത്ത് വിൽക്കുന്നത്. പുറത്ത് വാടകയ്ക്ക് താമസിച്ചപ്പോൾ ഭയങ്കരമായി കറണ്ട് ബില്ല് വരുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വന്നത്. ഇനി എത്ര ബില്ല് വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഫ്രീ ആണ് സാർ എന്ന് അദ്ദേഹം പറയുന്നു. ഉടനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയാണ്, ഞാൻ നാളെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് പോകാമെന്ന് കരുതി വന്നത് എന്ന് പറയുമ്പോൾ ശംഭുനാഥന് വല്ലാതെ പരിഭ്രാന്തിയാവുന്നു. എപ്പോഴും ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മദ്യം വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് വരിക. എന്നാൽ ഈ സംഭവം നടന്നയാന്ന് ഇയാൾ നേരെ വീട്ടിലേക്കാണ് വന്നത്.
ഈ വിവരം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് അന്ന് പോകാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ശംഭുനാഥ് പറയാണ്, ഇതെങ്ങനെയാ സാർ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഈ മുഴുവൻ നാടിനും നിങ്ങളെക്കുറിച്ച് അറിയാം എന്ന് പറയുന്നു. സാർ, നിങ്ങൾക്ക് എന്റെ സ്റ്റോറി വെറും ഒരു കഥയായിരിക്കാം, എന്നാൽ എനിക്ക് മാത്രമല്ലേ സാർ അത് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രായമായ സാർ, ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ വന്നത്. മദ്യപിക്കുന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്നായിരുന്നു ചിന്ത. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തുരുതുര ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. ശംഭുനാഥിന് ആകെ ഭയമാവാണ്. ഉടനെ ശംഭുനാഥ് തന്നെ പറയുന്നുണ്ട്, എന്താ സാർ, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടാൽ ഞാനെന്തോ ഈ കേശവനെ പച്ചക്കറി ചാക്കിൽ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടുപോയി പുറത്തു വിട്ടതാണെന്ന് തോന്നുമല്ലോ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നുണ്ട്, അതിനും സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണെന്ന് ആരോട് ചോദിച്ചാലും പറയുന്നു എന്ന് പറയുന്നു. എങ്ങനെയാ സാർ സാധ്യതയുണ്ടെന്ന് പറയുന്നത്? സൈക്കിളിൽ ഞാൻ ആ പച്ചക്കറി ചാക്കിട്ട് കൊണ്ടുവരുമ്പോൾ സൂചി വെച്ച് അവർ ആ കുത്തുന്നില്ലേ സാർ? ഈ സാഹചര്യത്തിൽ കേശവല്ല ഒരു എലിയായിരുന്നെങ്കിൽ പോലും മരിക്കയില്ലേ സാർ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എഴുന്നേക്കാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്നു. സംസാരിച്ചുകൊണ്ട് മദ്യം ഒഴിക്കാനായി ഫ്രീസറിനടുത്തേക്ക് പോവാണ്. ആ ഫ്രീസർ തുറന്നു നോക്കുമ്പോൾ ആ കേശവില്ലേ, അവൻ മരിച്ച് ആ ഐസിൽ മരവിച്ച് ഡെഡ് ബോഡിയായി ഉള്ളിൽ കിടക്കുന്നു. ശരിക്കും ഈ ശംഭുനാഥ് തന്നെയാണ് ഈ കേശവനെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. നമുക്ക് എന്താണ് സംശയം എന്ന് വെച്ചാൽ ഈ കേശവനും ജയിൽ തടവുകാർക്കും പിന്നെ ഈ ജയിലർക്കും തമ്മിലല്ലേ പ്രശ്നം? യാതൊരു ബന്ധവുമില്ലാത്ത ഈ ശംഭുനാഥ് എന്തിനു കേശവനെ കൊല്ലണം, അതും ഡെഡ് ബോഡി ഇങ്ങനെ മറച്ചു വെക്കണം എന്ന ചോദ്യം നമ്മുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പ്രകാശ് സിംഗ് എന്ന പോലീസ് ഓഫീസർ ഈ കേശവനെ പൊതുരെ തല്ലിയിട്ടുണ്ട്. ഈ കേശവ് ആരാണ്? MLA യുടെ അനിയൻ. ഒരുപക്ഷെ MLA അവന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലെത്തിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നേരെ പ്രകാശിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ജയിലിലുള്ള എല്ലാ ഗാർഡുകളെയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം, അവൻ കാണാതാകുന്നതിന് മുമ്പ് നിങ്ങളാണ് അവനെ പോയി പൊതിരെ അറ്റാക്ക് ചെയ്തതെന്ന്. എന്ത് കാരണത്തിനാണ് അവനെ അറ്റാക്ക് ചെയ്തതെന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രകാശ് പറയുന്നു, ആ ജയിലിലുണ്ടായിരുന്ന ഒരു പ്രായമായ മനുഷ്യനെ അവൻ ചാകുന്നവരെ അടിച്ചു. അവനെ കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണോ? നിങ്ങൾ എന്ത് സാർ ചെയ്തു വെച്ചിരിക്കുന്നത്? അവനെയും ഏതാണ്ട് ചാകുന്നവരെ തല്ലി ചതച്ചില്ലേ എന്ന രീതിയിൽ ചോദ്യം ചോദിക്കുന്നു. ഒടുവിൽ ഈ പ്രകാശ് ചെയ്തത് ഇല്ലീഗലായ ഒരു കാര്യമാണ്. എന്തൊക്കെയായാലും ഈ രീതിയിലൊന്നും പോയി അറ്റാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഈ വിഷയം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പ്രൂവ് ചെയ്യുന്നു. ഇത് പ്രൂവ് ചെയ്തതിലൂടെ പ്രകാശിന് സസ്പെൻഷൻ ഓർഡർ ലഭിക്കുന്നു. ആ ഓർഡർ അദ്ദേഹം വീട്ടിലിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി. അവിടെ കട്ട് ചെയ്താൽ ഈ ശംഭുനാഥില്ലേ, ആരും അറിയാതെ ഒരു സ്ഥലത്ത് കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ കേശവന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് ആ കുഴിയിലിട്ട് മൂടുന്നു. ഒരു 7-8 മാസത്തിന് ശേഷം നമ്മുടെ മഞ്ജുവിനെ വിട്ടയക്കുന്നു. അവർ 26 വർഷത്തെ ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം ഇപ്പൊ പുറത്തു വരികയാണ്. മറ്റൊരു ഭാഗത്ത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് IG-യിൽ നിന്ന് ഫോൺ കോൾ വരുന്നു, ഉടനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇദ്ദേഹം പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ MLA യുടെ ഭാഗത്ത് നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥന് ഭയങ്കരമായ പ്രഷറാണ്. കാരണം ഇതുവരെ എന്റെ അനിയനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷെ അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും MLA കാണാൻ പോവുമായിരുന്നല്ലോ. ഈ MLAക്കും ആ പയ്യൻ എവിടെ പോയി എന്നറിയില്ല. അതുകൊണ്ട് പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോട് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു, നീ വളരെ മിടുക്കനായ ഒരു പോലീസ് ഓഫീസറാണെന്ന് കരുതിയിട്ടാണ് നിന്നെ ഈ കേസ് ഏൽപ്പിച്ചത്. നീ ഈ കേസിനെ വളരെ നിസ്സാരമായി എടുത്തതുപോലെയുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും തരുന്നില്ല എന്ന് പറഞ്ഞ് ശകാരിക്കുന്നു. അവിടെ വെച്ചാണ് ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രകാശ് സിംഗ് എന്ന പോലീസ് ഓഫീസർ താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് നിന്ന് ഒരു ഡെഡ് ബോഡി ലഭിച്ചിട്ടുണ്ട്. ആ ഡെഡ് ബോഡി ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിരിക്കുകയാണ്. ആ ഡെഡ് ബോഡി കേശവന്റേതാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോവാണ്. അവിടെ പോയി ആ ഡെഡ് ബോഡി പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ഥലത്ത്, അതായത് ആ ഡെഡ് ബോഡി കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് ഒരു മോതിരം ലഭിക്കുന്നു. ഈ മോതിരം ആരുടേതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, പ്രകാശ് സിംഗിന്റേത് തന്നെയാണ്. ഒരുപക്ഷെ ഈ പ്രകാശ് സിംഗ് അടിച്ചിട്ട് കൊലപ്പെടുത്തി നമ്മുടെ ശംഭുനാഥന്റെ അടുത്ത് കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് തോന്നാണ്. ഈ പ്രകാശ് സിംഗ് എന്ന പോലീസ് ഓഫീസർ കേശവനെ പൊതുരെ തല്ലിയിരുന്നല്ലോ. ആ സ്ഥലം തന്നെ വല്ലാതെ അലങ്കോലമായി കിടന്നിരുന്നില്ലേ? ആ സ്ഥലത്ത് കിട്ടിയ തെളിവുകളൊക്കെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇപ്പോൾ ആലോചിച്ച് നോക്കുകയാണ്. അതുമാത്രമല്ല, ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് 3 ദിവസം മാത്രമാണ് സമയം കൊടുത്തിരിക്കുന്നത്. 3 ദിവസത്തിനുള്ളിൽ ഈ സംഭവം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന്. ഇപ്പോൾ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരാളെ വിളിച്ചിട്ട് അന്ന് രാത്രി എന്താണ് നടന്നത് എന്ന് ആദ്യം മുതൽ അന്വേഷണം തുടങ്ങുന്നു. അയാൾ എന്ത് നടന്നു എന്ന ടൈം ലൈൻ പ്രകാരം ഓരോന്നായി വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബെൽ ചൂരി അടിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തോ ഒരു കാര്യം പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു, അത് പറയേ എന്ന് പറയുമ്പോൾ, സാർ ഞാനൊന്നും മറന്നില്ല, ഞാൻ നടന്നത് തന്നെയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ, എല്ലാം പറഞ്ഞു, എന്നാൽ കേശവ് എങ്ങനെയാണ് മരിച്ചത് എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, കേശവ് മരിച്ചോ എന്ന ഞെട്ടലോടെ അദ്ദേഹം നോക്കുന്നു. പ്രകാശ് സിംഗ് താമസിച്ചിരുന്ന വീടിനടുത്താണ് ഡെഡ് ബോഡി ലഭിച്ചത്. അപ്പോൾ നിങ്ങളാണ് അദ്ദേഹത്തെ സഹായിച്ചത് എന്ന രീതിയിൽ അന്വേഷണം നടത്തുന്നു. എന്നാൽ ഇയാൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ കാണുമ്പോൾ കേശവ് മരിച്ചിട്ടൊന്നുമില്ല, കേശവ് ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആരെയും രക്ഷിക്കാൻ നോക്കുന്നില്ല സാർ, എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ എന്ന് പറയുന്നു.
ഇദ്ദേഹം അടിച്ച അന്വേഷണം നടത്തിയതിനു ശേഷം ഒരു മിസ്സിംഗ് പോയിന്റ് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ പ്രകാശ് സിംഗ് അടിച്ചിട്ട് പോയതിനു ശേഷം അവൻ ആർക്കോ കോൾ ചെയ്ത് സംസാരിച്ചു. അത് ഫീമെയിൽ വാർഡിൽ ജോലി ചെയ്യുന്ന രജനി മാഡത്തിനെയാണ്. അവരെന്ത് സംസാരിച്ചു എന്നൊന്നും എനിക്കറിയില്ല. അവൻ എന്നെ സെല്ലിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്നയാൾ പറയുന്നു. ഒരുപക്ഷെ ആ സമയത്ത് രജനി മാഡത്തോട് ഫോണിൽ സംസാരിച്ചിട്ട് രജനി മാഡത്തെ കാണാനായി ഫീമെയിൽ സെല്ലിലേക്ക് പോവാൻ സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നു. ഇപ്പോൾ ഈ കേസിൽ ഒരു ലീഡ് കിട്ടുന്നു. അതാണ് ഈ രജനി മാഡം. ഈ രജനി മാഡത്തെ ചോദ്യം ചെയ്യാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. തുടക്കത്തിൽ ഈ രജനി മാഡം വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നോർമലായ മറുപടികൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ നയനയുടെ മേൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് എനിക്ക് കോൾ ചെയ്ത് സംസാരിച്ചത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് കാര്യം പുറത്തു വരുന്നത്. രജനി മാഡം ഡ്യൂട്ടി കഴിഞ്ഞ് പോയതിനു ശേഷം അവൻ ഫോൺ ചെയ്ത് എനിക്ക് നയനയെ ഉടൻ വേണം എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ കഴിയില്ല എന്ന് പറഞ്ഞതിന് നിന്റെ മകളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനെ ഭയന്ന് ഈ നയനയെ അവനൊപ്പം തനിച്ചാക്കാൻ വേണ്ടി സെല്ലിൽ നിന്ന് രജനി മാഡം കൊണ്ടുവന്നിരിക്കുകയാണ്. പുരുഷന്മാരുടെ സെല്ലിനും സ്ത്രീകളുടെ സെല്ലിനും കോമൺ ആയി ഒരു ബിൽഡിംഗ് ഉണ്ടാവുമല്ലോ, ആ ബിൽഡിങ്ങിനുള്ളിലേക്കാണ് ഇവർ രണ്ടുപേരെയും അയച്ചത്. കുറച്ചു നേരത്തിന് ശേഷം ഈ നയനയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും സെല്ലിലാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി എന്നവർ പറയുന്നു. ഇങ്ങനൊരു കാര്യം ചെയ്തതിന് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിക്കുകയാണ്. അപ്പോഴാണ് രജനി പറയുന്നത്, ഇത് ഞാൻ ആഗ്രഹിച്ചു ചെയ്തതല്ല, അവന്റെ ഭീഷണിയെ ഭയന്നിട്ടാണ് ഞാൻ ചെയ്തത്. യഥാർത്ഥത്തിൽ രജനി മാഡത്തിന്റെ ഭർത്താവ് മരിച്ചുപോയി. ഈ കേശവ് രജനി മാഡത്തെ സഹായിക്കുന്ന രീതിയിലാണ് രജനി മാഡവുമായി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത്. അതിനുശേഷം രജനി മാഡത്തോട് അതിക്രമങ്ങളൊക്കെ കാണിച്ച് അവരെ ആ ഒരു റിലേഷൻഷിപ്പിലാക്കി. അതിനുശേഷം നിന്റെ മകളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയായിരുന്നു. മകളുടെ ജീവിതം മനസ്സിൽ വെച്ചുകൊണ്ട് അവനെ ഭയന്നിട്ടാണ് സർ ഞാൻ ഈ കാര്യം ചെയ്തത് എന്ന് രജനി മാഡം പറയുന്നു. ആ റൂമിൽ ഉണ്ടായിരുന്നത് നയനയാണല്ലോ, അതുകൊണ്ട് നയനെ എനിക്ക് ചോദ്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോകുന്നു. ഇപ്പോൾ നയന ജയിലിലല്ല ഉള്ളത്, പുറത്താണുള്ളത്. കേശവ് ഉള്ളിടത്തോളം കാലം അവന്റെ സ്വാധീനം ഉപയോഗിച്ച് നയനയെ ജയിലിലാക്കി വെക്കുകയായിരുന്നു. കേശവ് മരിച്ചല്ലോ, അതിനുശേഷം നയനയും പുറത്താണ്. നയന ഇപ്പോൾ ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യുകയാണ്. ആ സ്ഥലത്ത് പോയിട്ട് എനിക്ക് ഇവിടെ വെച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാവില്ല, അതിനാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരൂ, നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പറഞ്ഞതുപോലെ തന്നെ നയന ഒരു പാർക്കിലേക്ക് വരുന്നു. അവിടെ വെച്ച് ഇദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ നയന ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം ഇദ്ദേഹം പ്രോമിസ് ചെയ്യുന്നു, ഈ കേസിന്റെ അവസാനമാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനാൽ എന്റെ ഭാഗത്ത് നിന്ന് നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല, നിനക്ക് ധൈര്യമായി പറയാം എന്ന് പറയുമ്പോൾ നയന എന്ത് നടന്നു എന്ന് പറയാൻ തുടങ്ങുന്നു. നയനയും കേശവും ഒരേ സമയം കോടതിയിൽ പോയിട്ട് വന്നില്ലേ, അപ്പോൾ കണ്ണുവച്ചവൻ അന്ന് തൊട്ട് നയനയെ സ്വന്തമാക്കണമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. രജനി മാഡത്തിന് പ്രഷർ കൊടുത്തുകൊണ്ടേയിരുന്നു. രജനി മാഡം ഒരു ദിവസം രാവിലെ തന്നെ തനിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ വൈകുന്നേരം നീ തയ്യാറായി നിൽക്കണം, ജയിലിലെ ഡിസ്പെൻസറിയിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറയുന്നു. ജയിലിലുള്ള തടവുകാരൊക്കെ ഉറങ്ങിയതിനു ശേഷം നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ടുപോയി ആ ഡിസ്പെൻസറിയിലാക്കി ഡോർ ലോക്ക് ചെയ്തിരുന്നു. ഉള്ളിൽ അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിക്രമിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി അവനെ എതിർത്ത് നയന ഭയങ്കരമായി വഴക്കിട്ടു. അവിടെയാണ് ഒരു സംഭവം നടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മഞ്ജു ഇല്ലേ, നയനയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവര് കണ്ടിരുന്നു. ഒരുപാട് സമയമായിട്ടും അവളെ തിരികെ കൊണ്ടുവന്നിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിരിക്കോ എന്ന് കരുതി അവർ ആ വാച്ചിൽ സമയം നോക്കിയിട്ട് പുറത്തു പോയതായി നമ്മൾ കണ്ടില്ലേ. അവര് നമ്മുടെ നയനയെ അന്വേഷിച്ച് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് എന്തോ ഒരു അനിഷ്ട സംഭവം നടക്കുന്നുണ്ടെന്ന് നമ്മുടെ മഞ്ജുവിന് മനസ്സിലായി. ഉടനെ ഡോർ തുറന്ന് ഉള്ളിൽ പോയി അവനെ എതിർത്ത് ഇവളും വഴക്കിടാൻ തുടങ്ങുന്നു, നയനയെ രക്ഷിക്കാൻ വേണ്ടി. ആ വഴക്കിൽ അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി കഴുത്തിൽ ഒരു ഷോൾ ഇട്ട് മുറുക്കുന്നു. അങ്ങനെ മുറുക്കിയതിൽ അവൻ മരിച്ചു പോവാണ്. ശരി, ആരാണ് മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു 26 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച് ഉള്ളിൽ വന്നവളാണ് എന്ന് പറയുന്നു. അവരിപ്പോ എവിടെയാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവർ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തുപോയി. എന്നാൽ അവരെവിടെ പോയി, എന്തായി എന്ന് ആർക്കും അറിയില്ല. എന്നാൽ മഞ്ജുവിനെ ഉള്ളിൽ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് മഞ്ജു ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാം. അവരോട് ഡയറക്റ്റായി പോയി ചോദിച്ചാൽ പറയില്ല എന്ന് കരുതി ഇൻഡയറക്റ്റായി മഞ്ജു ജയിലിലായിരുന്നപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ജയിലറുടെ അടുത്ത് പോയിട്ട് ഞാൻ മഞ്ജുവിന്റെ സ്ഥലത്ത് നിന്നാണ് വരുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു. ഓ, നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നാണോ വരുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ നാടിന്റെ പേര് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി മഞ്ജു ഈ ജയിലിൽ നിന്ന് റിലീസ് ആയതിനു ശേഷം ഒരു മലമ്പ്രദേശത്ത് പോയി ചായക്കട വെച്ച് ജീവിക്കാമെന്നാണ് തീരുമാനിച്ചതെന്ന്. ഇപ്പോൾ ആ സ്ഥലം ലക്ഷ്യമാക്കി ഇദ്ദേഹം യാത്ര ചെയ്യാണ്. ഒടുവിൽ ആ സ്ഥലത്ത് പോയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് മഞ്ജു അവിടെ തന്നെയുണ്ട്. മഞ്ജുവിനോടൊപ്പം നമ്മുടെ ശംഭുനാഥും ഉണ്ട്. ഈ സ്ത്രീ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് ആ കൊലപാതകം നിങ്ങൾ മറച്ചു വെച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അവൻ വളരെ മോശമായി നമ്മുടെ മഞ്ജുവിനെ അറ്റാക്ക് ചെയ്തിരുന്നു. വിട്ടിരുന്നെങ്കിൽ മഞ്ജുവിനെ തന്നെ കൊലപ്പെടുത്തുമായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കണം എന്നതിനാലാണ് ഈ കേശവനെ അവർ അറ്റാക്ക് ചെയ്തത്. ആ അറ്റാക്കിലാണ് കേശവ് മരിച്ചുപോയത്. അവൻ മരിച്ചത് കണ്ട് ഭയന്നുപോയ മഞ്ജു അവിടെ നിന്ന് ശംഭുനാഥിന് ഫോൺ വിളിച്ച് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടതും ഞെട്ടിപ്പോയ ശംഭുനാഥ്
കരയരുത്, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ പച്ചക്കറികൾ എടുക്കുന്ന പോലെ ജയിലിനുള്ളിൽ പ്രവേശിക്കുന്നു. ഡെഡ് ബോഡി ചാക്കിലാക്കി ആ സ്ഥലത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. അതിനുശേഷം എന്തൊക്കെ നടന്നു എന്ന് നമുക്കറിയാലോ. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇനി നിങ്ങളൊക്കെ ഇറങ്ങി വരുന്നോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശംഭുനാഥ് ഒരു കിടിലൻ ട്വിസ്റ്റ് പറയുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് ഡെഡ് ബോഡി കുഴിച്ചെടുത്തത്? പ്രകാശ് സിംഗ് താമസിച്ചിരുന്ന വീടിന്റെ അടുത്ത് നിന്നല്ലേ കുഴിച്ചെടുത്തത്? യഥാർത്ഥത്തിൽ ആ സ്ഥലത്ത് കൺസ്ട്രക്ഷൻ നടക്കാൻ പോവാണ്. ഇങ്ങനെ കുഴിക്കും എന്നറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടത്. രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നവൻ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയുന്നു. അതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പ്രകാശ് സിംഗ് എന്ന പോലീസ് ഓഫീസറെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഡെഡ് ബോഡിക്കൊപ്പം മോതിരവും കിട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറയുന്നു. യഥാർത്ഥത്തിൽ ഈ കേശവനെ പൊതിരെ തല്ലിയിരുന്നല്ലോ. തല്ലുന്ന സമയത്ത് ആ മോതിരം താഴെ വീണു. ആ മോതിരം എടുത്ത് കൊണ്ടുപോയി ഡെഡ് ബോഡിക്ക് അടുത്ത് കൊണ്ടിട്ടത് ഈ ശംഭുനാഥാണ്. പ്രകാശ് സിംഗ് ആണ് കൊലയാളി എന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. ആർക്ക് വേണ്ടി? നമ്മുടെ മഞ്ജുവിന് വേണ്ടി. മഞ്ജുവിനെ ഇന്നസെന്റ് ആക്കാൻ വേണ്ടി ആ മനുഷ്യനെ കൊലയാളിയായി ചിത്രീകരിക്കാൻ നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ശംഭുനാഥ് പറയുന്നത്, ആരാണ് ഇന്നസെന്റ്? 2 കൊലപാതകങ്ങൾ ചെയ്തയാളാണ് ആ പ്രകാശ് സിംഗ് എന്ന പോലീസ് ഓഫീസർ. 2 കൊലപാതകങ്ങൾ ചെയ്തിട്ടും ഇപ്പോഴും പോലീസ് ഓഫീസറായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഈ പ്രകാശ് സിംഗിന് ഒരു മകളുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഒരു പയ്യനെ പ്രണയിച്ച് ഒളിച്ചോടിപ്പോയി. അവൾ ഒളിച്ചോടിപ്പോയ വിവരം അറിഞ്ഞ പ്രകാശ് സിംഗ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് വന്ന് മകളെ നന്നായി തല്ലിച്ചതച്ചു. ആ പെൺകുട്ടി അവസാനം വരെ എനിക്ക് ആ പയ്യനെ തന്നെ വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതിനാൽ മകളെയും ആ പയ്യനെയും അടിച്ചു കൊലപ്പെടുത്തി. ഈ ശബ്ദം കേട്ട് ആ സ്ഥലത്തേക്ക് ഒരു സ്ത്രീ ഓടി വന്നു. ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കണ്ടു. ആ സ്ത്രീ വേറെ ആരുമല്ല, ഇപ്പോൾ ശംഭുനാഥിനടുത്തിരിക്കുന്ന മഞ്ജുവാണ്. ആ സംഭവം നേരിട്ട് കണ്ടു എന്ന് കരുതി അവർക്കെതിരെ തന്നെ വ്യാജ സാക്ഷിയും തെളിവും ഉണ്ടാക്കി പ്രകാശ് സിംഗ് മഞ്ജുവിനെ ജയിലിലാക്കി. ചെയ്യാത്ത തെറ്റിന് മഞ്ജു 26 വർഷം ജയിൽവാസം അനുഭവിച്ചിട്ട് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഈ വിവരം പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് വലിയ ഞെട്ടലാവുന്നു. കാരണം അധികാരം കയ്യിൽ വെച്ചുകൊണ്ട് 2 കൊലപാതകം ചെയ്തത് മാത്രമല്ല, ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നു. ഒരു വ്യാജ തെളിവ് വെച്ചിട്ടല്ലേ അദ്ദേഹം മഞ്ജുവിനെ ഉള്ളിലാക്കിയത്. അതുകൊണ്ടാണ് അതേപോലെ മോതിരത്തെ തെളിവായി ആ സ്ഥലത്ത് വെച്ചത്. പ്രകാശ് സിംഗ് ആണ് കേശവനെ കൊന്നത് എന്ന് വരുത്തി തീർക്കാൻ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇവർ 2 പേരെയും അവിടെ വിട്ടിട്ട് പോകുന്നു. നേരെ പ്രകാശ് സിംഗിനെ പോയി മീറ്റ് ചെയ്യുന്നു. കേശവനെ കൊന്നത് നിങ്ങളാണെന്ന് പറയുന്നു. ഞാനാണ് കൊലപ്പെടുത്തിയത് എന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ മോതിരം എടുത്തു വെക്കുന്നു. ഇത് തന്നെ മതി നിന്നെ ഉള്ളിലാക്കാൻ എന്ന് പറഞ്ഞ് പ്രകാശ് സിംഗിനെ ജയിലിലാക്കുന്നു. വാളെടുത്തവൻ വാളാൽ എന്ന് പറയല്ലോ, അതുപോലെയാണ്. പ്രകാശ് സിംഗ് ഒരാൾക്ക് എന്ത് ചെയ്തോ അതുപോലെ അയാൾക്ക് സംഭവിച്ചു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.